ഇന്നലെ ഷാനവാസ് ലക്ഷ്മി കൊടുത്തതിന് തിരിച്ച് ഷാനവാസ് അങ്ങോട്ട് കയറി കളിക്കാൻ പോയി ലക്ഷ്മിയുടെ അടുത്ത്. എടി ഇന്നലെ നീ ഫുഡ് നിനക്ക് ടൈമിന് വേണമെന്ന് പറഞ്ഞത്, നീ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയോ? അപ്പൊ അനീഷ് കേറ്, കിച്ചണിനകത്ത് കേറ്, നമുക്ക് 5 മണിക്കല്ല ലഞ്ച് വേണ്ടത്, നമുക്ക് ഉച്ചയ്ക്ക് വേണം, കേറ്, പണിയെടുക്ക് എന്ന് പറയുന്നുണ്ട്. ഇത് ഏറ്റവും അതോ ലക്ഷ്മി ഇതിനകത്ത് വീണോ? ലക്ഷ്മി പറയാണ് ഇല്ല ഞാനെന്തായാലും ലാസ്റ്റ് എല്ലാ സാധനങ്ങളും നന്നാക്കി ഒരു സാധനവും വേസ്റ്റ് ചെയ്യാതെ ഈ ആഴ്ച അവസാനം വരെ റേഷൻ മുഴുവനും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ അനു, ആദിലയും നൂറയും മസ്താനിയും ഉണ്ട്. മസ്താനി രേണുവിൻ്റെ പുറത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായിരുന്നു ഇവിടെ, കുറേ കാര്യങ്ങളൊക്കെ കോഴ്സുകൾ പഠിച്ച് ഫുൾ കള്ളത്തരമാണ് രേണു ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അനു, ഞാൻ സദാചാരാണോടി. അപ്പം നൂറ അതിലേ അല്ലല്ല, അവർ തമ്മിൽ കിസ് ചെയ്യട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനത് തെറ്റെന്ന് പറഞ്ഞില്ല, പക്ഷേ ഇവിടെ കിസ് ചെയ്യണ്ട, അത് ശരിയല്ല എന്നാണ് നമ്മുടെ അനുവിൻ്റെ വാദം. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇവിടെ രാവിലെ ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തി നമ്മുടെ അനുവും ജിഷിനും എല്ലാവരും കൂടെ നിന്ന് പരത്തി ഉണ്ടാക്കി കേട്ടോ. കറി ഉണ്ടാക്കിയത് ലക്ഷ്മിയാണ്. കറിയൊന്നും ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ലക്ഷ്മീനെ അങ്ങോട്ട് പിടിക്കണില്ല സംഭവം. കാരണം ലക്ഷ്മിയാണല്ലോ ആദ്യം ഇന്ന് കയറി ഷാനവാസിനെ ചോദ്യം ചെയ്തത്. അപ്പോൾ ഷാനവാസ് ചപ്പാത്തി 3 എണ്ണമൊക്കെ കഴിച്ചിട്ട് വന്നേക്കെയാണ്. 3 എണ്ണം തരണമെന്ന് പറഞ്ഞാൽ 3 എണ്ണം തരണം. അപ്പം അനു, അത് തരാൻ പറ്റൂല, അങ്ങനെ തരാൻ പറ്റുമോ? 3 എണ്ണം തരാൻ പറ്റുമോ? ഇടി മാറിയിരിക്കാൻ കൊണ്ട് 3 എണ്ണം ഒരുമിച്ച് തരാൻ പറ്റൂല, 3 എണ്ണം ഒരുമിച്ചാണ് നിങ്ങൾ വായിക്കാത്ത കയറ്റുന്നത്, അല്ലല്ലോ, നീ മാറിയിരിക്കടി അങ്ങോട്ട്. ലക്ഷ്മി ഇങ്ങ് വാ. അല്ല, ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ. അത് തന്നെ, നിങ്ങൾ എന്താണ് ഇന്നലെ പറഞ്ഞത്? നിങ്ങൾ സമയത്തിന് തരും. എവിടെ സമയത്തിന് കിട്ടി? നിങ്ങൾ 3 എണ്ണം ചപ്പാത്തി കഴിച്ചില്ലേ? ചപ്പാത്തിയൊക്കെ കഴിച്ചില്ലെന്നല്ല, ഇപ്പൊ എത്ര മണിയായി? ഉച്ചയാവാറായില്ലേ? ഇങ്ങനെയാണോ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നത്? നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾക്ക് സമയത്തിന് വേണമെന്നുള്ളത്. ഇപ്പം എന്ത് പറ്റി? സമയം ഇല്ലേ? അപ്പോൾ പറയുമ്പം നമ്മൾ നോക്കിയിട്ട് വേണം പറയാം. കയറി വന്ന് ഇങ്ങോട്ട് ഒന്നിച്ചങ്ങ് നമ്മളെ എല്ലാവരെയും അങ്ങ് വിഴുങ്ങാന്ന് വെച്ചാൽ നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ലക്ഷ്മി, ഞാൻ സമയത്തുള്ള കാര്യം പറഞ്ഞു. ഇപ്പം എൻ്റെ നിങ്ങൾക്ക് ചപ്പാത്തി കിട്ടിയോ ഇല്ലയോ? ചപ്പാത്തി കിട്ടിയല്ലോ, ഇവിടെയുള്ള എല്ലാവർക്കും ചപ്പാത്തി കിട്ടിയല്ലോ, പിന്നെ എന്താ കുഴപ്പം? പിന്നെ ഞാനിവിടെ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ നമ്മുടെ റേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും. നീ കൂടുതലൊന്നും പറയണ്ടടി, നീ കൂടുതൽ എടിയെ പൊടി കയറി വിളിച്ചാണ്ടോ? നീ ഒന്നും പറയണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നീ ഇന്നലെ ഡയലോഗ് അടിച്ച് എന്താണ്? ഇങ്ങനെയാണ് കിച്ചൺ ക്യാപ്റ്റൻസി, ഇങ്ങനെയാണ് പ്രശ്നം, ഇവിടെ എല്ലാവർക്കും വേണ്ടി. നീ പൂക്കളം ഇടാൻ പോയില്ലേ? നിന്നോട് ആര് പറഞ്ഞു പൂക്കളം ഇടാൻ പോകാൻ? ഇവിടെ നിന്ന് ഉണ്ടാക്കണമായിരുന്നു. നമ്മൾ ഇന്നലെ പൂക്കളം ഇട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയ സമയത്തിന് തന്നു, മനസ്സിലായോ? അപ്പോൾ ലക്ഷ്മി, ഞാനിവിടെ കിച്ചൺ ക്യാപ്റ്റൻ ആയിരിക്കും, റേഷൻ മുഴുവൻ ഞാൻ എന്തായാലും വെച്ചേക്കും സ്റ്റോർ ചെയ്ത്. അയ്യോ, നല്ല 1-ാം കറി ഉണ്ടാക്കി വെച്ചേക്കണം, ആർക്ക് വേണം വായിൽ വെക്കാൻ കൊള്ളാത്ത കറി. ഇത് നിങ്ങൾ 3 എണ്ണം കഴിച്ചല്ലോ, 3 എണ്ണം കഴിക്കണതോ കഴിക്കാത്തതല്ല, മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചപ്പാത്തി കിട്ടിയിരിക്കണം, എല്ലാവർക്കും കിട്ടിയിരിക്കണം, സമയത്ത് കിട്ടിയിരിക്കണം. നീ എന്താ പറഞ്ഞത് ഇന്നലെ? സമയത്തിനില്ല, നിനക്ക് ഫുഡ് സമയത്തിന് വേണം. നിനക്ക് ഇന്നുണ്ടാക്കാൻ പറ്റിയോടി? ഇന്നുണ്ടാക്കാൻ പറ്റിയോ ഇല്ലയോ? അപ്പം ജിഷിൻ, എന്തിനടി ലക്ഷ്മി വെറുതെ പോയിട്ട്, നീ ഇന്നലെ പോയിട്ട് വെറുതെ ഇത് പറഞ്ഞോണ്ടല്ലേ ഇപ്പം കിട്ടണത്? മര്യാദയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ ഇപ്പം ഇത് വല്ലതും ചോദിക്കും. അപ്പം അതിൻ്റെ കൂടെ അനീഷ്, നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കിട്ടണം, പ്രിപ്പറേഷൻ ആരംഭിക്കൂ, കിച്ചൺ ടീം പ്രിപ്പറേഷൻ ആരംഭിക്കൂ. നിവീൻ, ഈ വൈൽഡ് കാർഡുകളെ എല്ലാവരും കിച്ചൺ ടീമിൽ ഇടേണ്ടതാണ്. കാര്യം അവരെന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ കടപ്പെട്ടവരാണ്. കാര്യം അവർ കഴിക്കണം, അവർ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചൺ ടീമിലുള്ള അനു ലക്ഷ്മീനെ ഇവിടെ ഇട്ട് പൊരിക്കുകയാണ് ഷാനവാസേ. കണ്ട് ഉള്ള ടൈമിൽ പൊരിച്ചോട്ട്, അത്യാവശ്യം തന്നെ, അല്ലെങ്കിൽ ഇന്നലെ കുറേ ഷോയൊക്കെ കാണിച്ചതല്ലേ. ഷാനവാസിക്ക് അവിടെ കിടന്ന് പൊരിക്കുന്നെങ്കിൽ പൊരിക്കട്ടെ, ഞാൻ കഴിക്കാം. കിച്ചണിൽ കയറ്. ലക്ഷ്മീനെ ഇട്ടിട്ടാണ് അനീഷും ഷാനവാസും. കിച്ചണിനകത്തേക്ക് കയറ്, നമുക്ക് ഫുഡ് വേണം. ഉച്ചയ്ക്ക് 5 മണിക്കല്ല, വൈകുന്നേരം 5 മണിക്കല്ല ഫുഡ് വേണ്ടത്, നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് വേണം. കിച്ചണിൽ കയറ്, പോയി കിച്ചണിൽ കയറ്. അപ്പം ജിസിൻ, വല്ല ആവശ്യമുണ്ടോ? വായി നിറച്ച് കിട്ടിയല്ലോ, എനിക്കൊന്നും കിട്ടിയില്ല ലക്ഷ്മി. അപ്പം ഉച്ചഭക്ഷണം നമുക്ക് 5 മണിക്കല്ല വേണ്ടത്, നമുക്ക് ഇപ്പം ഉച്ചയ്ക്ക് വേണം, വേഗം പോയി ഇതാക്ക്. അപ്പം നിങ്ങളുടെ ക്യാപ്റ്റൻസി കൊള്ളില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടല്ലേ നിങ്ങളുടെ പ്രശ്നം ലക്ഷ്മി. എൻ്റെ ക്യാപ്റ്റൻസിയുടെ കാര്യമല്ല, നിങ്ങളുടെ ക്യാപ്റ്റൻസി കൊള്ളൂല ഷാനവാസ്. അത് കഴിഞ്ഞ് ജിഷിനും ലക്ഷ്മിയും കൂടെ വഴക്ക്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഇന്നലെ അവനെ പോയി ചൊറിഞ്ഞ്, ഇന്ന് വാ നിറച്ച് കിട്ടി, മതിയായോ? 60 ചപ്പാത്തിയാണ് ഞാൻ ഇവിടെ പരത്തിയത്, ഇനി എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രവീണും ആരാണ് ജിഷിനും നമ്മുടെ ഇവിടുത്തെ ബിഗ് ബോസ് വീട്ടിൽ നെഗറ്റീവായ ആൾക്കാരുണ്ടല്ലോ, ആര്യൻ, അവൻ വലിയ ഹീറോ ആണെന്ന വിചാരം എന്ന് പറഞ്ഞ് നെഗറ്റീവായവരെയൊക്കെ കളിയാക്കുന്നുണ്ടിരുന്നു. പുറത്ത് സപ്പോർട്ട്
പോരട്ടെ എന്നുള്ള രീതിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. കാര്യം അങ്ങനെയാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അനു ആദിലെ നൂറെ ഇങ്ങനെ കിടക്കുന്നു അനുവിൻ്റെ അടുത്ത്. ഇപ്പുറത്ത് മസ്താനിയുണ്ട്. മസ്താനി രേണു എന്തൊക്കെയായിരുന്നു പുറത്ത് ഇൻ്റർവ്യൂസിന് മൊത്തം ഫുൾ കള്ളത്തരമാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വന്ന് എന്ത് കള്ളത്തരങ്ങളാണ് പറയുന്നത്? ഏവിയേഷൻ കോഴ്സ് പഠിച്ചു എന്നും അതും ഇതും ഫുൾ കള്ളത്തരം, ഫുൾ ഉടായ്പ്, പുറത്തെ കാര്യങ്ങൾ ഫുൾ പ്രശ്നം. അപ്പോൾ അനു ആണോ? അപ്പോൾ അനു ഞാൻ സദാചാരമാണോ ഡി, ഞാൻ സദാചാരമാണോ? അപ്പോൾ ആദിലെ നൂറേ ഞാൻ സദാചാരമൊന്നും അല്ല, കാര്യം അവർ കിസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കിസ് ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ ഇവിടെ അങ്ങനെ കിസ് ചെയ്യണ്ട, അതാണ്. ഇവിടെ കിസ് ചെയ്യാൻ പാടില്ല. വേറെ എവിടെ വേണമെങ്കിലും കിസ് ചെയ്തോട്ടെ, നമ്മുടെ ബിഗ് ബോസ് വീട്ടിനകത്ത് കിസ് ചെയ്യണ്ട, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ശരിയല്ല. അപ്പോൾ ഇതാണ് അനുവിൻ്റെ നിലപാട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.